ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 22. യെസ്. എ പാർട്ടിക്കിൾ ഇനിഷ്യലി അറ്റ് റെസ്റ്റ് starts moving from reference point x is equal to 0 along x-axis. The velocity that varies as v equal to 4 root x. Acceleration of the particle. നമുക്ക് തന്നിരിക്കുന്നത് വെലോസിറ്റി ആണ്, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെലോസിറ്റി ഇൻ ടൈംസ് ഓഫ് എക്സിലാണ്, പൊസിഷനിലാണ് തന്നിരിക്കുന്നത് അല്ലെ. വെലോസിറ്റി ഇൻ ടൈംസ് ഓഫ് എക്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കാണാൻ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ അറിയാം. എന്തായിരുന്നു ആക്സിലറേഷൻ? സിംപിളി നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നമ്മൾ നോർമലി എഴുതുന്നത് ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ ഇക്വേഷൻ എന്താ? dv/dt. ആക്സിലറേഷന്റെ നോർമൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് dv/dt എന്നാണ് അല്ലെ. ജനറൽ ഇക്വേഷൻ ആണ് ഇത്, dv/dt. ഇതിനെ ഇൻ ടൈംസ് ഓഫ് എക്സിലാക്കണമെങ്കിൽ, ഇൻ ടൈംസ് ഓഫ് എക്സിലാണ് എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടതെങ്കിൽ, നമ്മളിവിടെ ന്യൂമറേറ്ററിലൊരു ഡി എക്സും ഡിനോമിനേറ്ററിലൊരു ഡി എക്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നിങ്ങളിപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു dx/dt കിട്ടും. ആ dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ a ഈസ് ഈക്വൽ ടു എന്താ? v ഇൻറ്റു dv/dx എന്ന റിലേഷൻ കിട്ടും. ക്ലിയർ? ഇനി ശ്രദ്ധിച്ചു നോക്ക്, ഇതെന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v dv/dx. അത് വിത്ത് റെസ്പെക്ട് ഓർത്ത് വെച്ചോണം, വെലോസിറ്റി ഇൻ ടൈംസ് ഓഫ് എക്സിൽ തരുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വെലോസിറ്റി ഇൻ ടൈംസ് ഓഫ് എക്സിൽ തരുമ്പോൾ വേണം ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. യെസ്. സോ ആക്സിലറേഷൻ എ ഈക്വൽ ടു വി. വി എത്ര മക്കളെ? 4 റൂട്ട് എക്സ്. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 റൂട്ട് എക്സ് ഇൻറ്റു dv/dx, വിച്ച് മീൻസ് ദാറ്റ് വെലോസിറ്റിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ dv/dx 4 റൂട്ട് എക്സ് ആണ്. അപ്പൊ 4 കോൺസ്റ്റന്റ് ആണ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിന്റെ ഡിഫറൻഷ്യൽ എത്രയാണ്? 1/2 റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിന്റെ ഡിഫറൻഷ്യൽ എത്രയാണ്? 1/2 റൂട്ട് എക്സ് ആണ്. സോ ഇവിടുന്ന് എനിക്ക് ഈ റൂട്ട് എക്സും റൂട്ട് എക്സ് കൂടെ കട്ട് ചെയ്ത് കളയാം. റൂട്ട് എക്സ് കട്ട് ചെയ്തു. 4 × 4 16/2, that is equal to 8 meter per second square. 8 meter per second square. വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു സെക്ഷൻ 1 കണ്ടതിനേക്കാളും ഈസി ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഡിഫിക്കൽട്ട് ആവാം. മേ ബി ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.